അയ്യപ്പ സംഗമത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കണക്കുകളിൽ ഗുരുതര ക്രമക്കേടെന്നും പന്തൽ നിർമ്മാണം ടെൻഡർ ഇല്ലാതെയാണ് നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഊരാളുങ്കലിനാണ് ടെൻഡർ ഇല്ലാതെ പന്തൽ നിർമ്മാണം നൽകിയതെന്നും റിപ്പോർട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ചെലവഴിച്ച തുക തിരിച്ചടച്ചുവെന്ന ദേവസ്വം മന്ത്രിയുടെ വാദം തെറ്റെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൈഫ് സേനാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേർന്നു. സൈഫ്, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഘവും സർക്കാരിനെ കുടുക്കിലാക്കുകയാണോ? ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നല്ലേ ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കേണ്ടത്? അതെ അനീഷ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുരുക്കിലാക്കിയതിന് പിന്നാലെയാണ് ആഗോള അയ്യപ്പ സംഗമം. അത് വലിയ രീതിയിൽ പ്രചരണം നടത്തിയാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഗുരുതരമായ ക്രമക്കേടുകൾ വിവിധ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അത് കോടതിയുടെ പരിഗണനയിലേക്ക് ഇനി വരുന്നേ ഉള്ളൂ. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടേ ഉള്ളൂ. അതിനകത്ത് ഓരോ കാര്യങ്ങളും അക്കമിട്ട് തന്നെ നിരത്തുന്നുണ്ട്. പ്രധാനമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഗുരുതരമായ ക്രമക്കേടുണ്ട് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കൃത്യമായ കണക്കുകളും ബില്ലുകളും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ആ കണക്ക്, അതായത് പൈസയുമായി ബന്ധപ്പെട്ട് പൈസ ചെലവാക്കുന്നതിലാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സംഘാടകർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പന്തൽ നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അത് നൽകുമ്പോൾ ടെൻഡർ വിളിക്കാതെയാണ് നൽകിയത് എന്നുള്ള പരാമർശം ആ റിപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. ടെൻഡർ സാധാരണഗതിയിൽ വിളിക്കുന്നത് ഉയർന്ന തുക, താഴ്ന്ന തുക. ഇത് ഏറ്റവും താഴ്ന്ന തുകയ്ക്ക് ടെൻഡർ നൽകുന്ന ആൾക്കാർക്കാണ് നൽകാറ്. പക്ഷേ ഊരാളുങ്കലിന് ടെൻഡർ പോലും വിളിക്കാതെ പന്തൽ നിർമ്മാണത്തിന്റെ ചുമതല നൽകി എന്ന് ഈ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ചില ബില്ലുകളിൽ GST രജിസ്ട്രേഷൻ കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കുറ്റമായി സ്പെഷ്യൽ കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നത്. സ്പോൺസർഷിപ്പ് വരുമാനത്തിൽ അവ്യക്തതയുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി സംഘടിപ്പിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ അക്കാര്യങ്ങളിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മരാമത്ത് പണികൾ അത് നടത്തിയതിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതും ടെൻഡറില്ലാതെയാണ് നൽകിയിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്. പിന്നീടുള്ളത് കലാപരിപാടികൾ. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെയും സംസ്ഥാനത്തിന് പുറത്തുള്ളയും വിദേശത്ത് അടക്കം ആൾക്കാർ വന്നിരുന്നു. അവരെ പരിപാടിയുടെ ഭാഗമായിട്ട് അവർക്ക് കാണാൻ വേണ്ടി കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അത് 2 ലക്ഷം രൂപയാണ് ആ എസ്റ്റിമേറ്റ് തുകയായി കണക്കാക്കിയിരുന്നത്. പക്ഷേ 6 ലക്ഷം രൂപ അധികം ചെലവാക്കിയിരിക്കുന്നു. അങ്ങനെ 8 ലക്ഷം രൂപയുടെ കലാപരിപാടികളാണ് അങ്ങനെ സംഘടിപ്പിച്ചത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീടുള്ളത് മന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ്. മന്ത്രി ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ചെലവഴിച്ച തുക തിരിച്ചേൽപ്പിച്ചെന്ന ദേവസ്വം മന്ത്രിയുടെ വാദം തെറ്റാണ് എന്നാണ് നമുക്ക് നിയമസഭാ രേഖകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്ത തുക തിരിച്ചേൽപ്പിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് രേഖാമൂലം മന്ത്രി മറുപടി നൽകിയത്. എന്നാൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ, നമ്മൾ കാണുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരുടെ തുക കിട്ടിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ നിയമസഭയിൽ നൽകിയ രേഖയിൽ ബാങ്കുകൾ, 2 ബാങ്കുകളാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരുന്നത്. അവർ ആ പണം നൽകിയിട്ടുണ്ട് എന്ന് നിയമസഭയിൽ നൽകിയ രേഖയിൽ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ധനലക്ഷ്മി ബാങ്ക്, കേരള ബാങ്ക് എന്നീ സ്ഥാപനങ്ങളായിരുന്നു പ്രധാന സ്പോൺസർമാർ. ഇവർ വാഗ്ദാനം ചെയ്ത തുക ലഭ്യമായിട്ടുണ്ട് എന്ന് മന്ത്രി 28-ാം തീയതി മറുപടി നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ മന്ത്രി വിശദീകരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് കാര്യം മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ആഗോള അയ്യപ്പ സംഗമ സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തി നടത്തുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. സ്പോൺസർമാരെ കണ്ടെത്തി തുക ലഭ്യമാക്കുന്നതിന് കാലതാമസം നേരിട്ടതിനെ തുടർന്ന് റിലീജിയൻസ് ആൻഡ് റിലീജിയസ് കൺവെൻഷനുകൾ നടത്തുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക ആഗോള അയ്യപ്പ സംഗമത്തിനായി അഡ്വാൻസ് ഇനത്തിൽ ചെലവഴിച്ചിരുന്നു. സ്പോൺസർമാർ വാഗ്ദാനം ചെയ്തിരുന്ന ഈ തുക അക്കൗണ്ടിൽ ലഭിച്ചതിനെ തുടർന്ന് അത് തിരികെ ഏൽപ്പിക്കുകയുണ്ടായി എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും ചില പ്രശ്നങ്ങൾ കാണാനുണ്ട് അനീഷ. സേഫ് അവസാനം സൂചിപ്പിച്ചു തന്നെ പരിശോധിച്ചാൽ, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പണം തിരിച്ചേൽപ്പിച്ചു എന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ തന്നെ സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പണം, ഈ 2 കോടി രൂപ തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കിട്ടിയ പണവും സ്പോൺസർഷിപ്പ് വഴി ലഭിച്ച ഈ 2 കോടി രൂപയൊക്കെ എവിടെ പോയി എന്ന ചോദ്യം കൂടി പ്രസക്തമല്ലേ?
അതെ, ഈ പൈസയുടെ കണക്ക് കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടേണ്ടി ഇരിക്കുന്നു, അല്ലെങ്കിൽ കോടതിയെ ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ കണക്കുകൾ ഇങ്ങനെ അങ്ങോട്ട് കോടതിയുടെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ നിയമസഭാ രേഖയടക്കം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോൺസർമാർ ആ പണം, ധനലക്ഷ്മി ബാങ്കും കേരള ബാങ്കും ആ പണം തിരിച്ചടച്ചു എന്ന് മന്ത്രി രേഖാമൂലം നിയമസഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്. നിയമസഭാ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിരിക്കണം, അതിനകത്ത് കള്ളങ്ങൾ പാടില്ല, അത് സത്യം മാത്രമായിരിക്കും. അങ്ങനെ മന്ത്രി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഈ പണം നൽകിയിട്ടുണ്ട് എന്ന്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ആ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതിനകത്ത് എവിടെയാണ് പ്രശ്നം പറ്റിയത്? ഈ 2 കോടി രൂപ എവിടെ പോയി? ബാങ്ക് അയച്ച പണം എവിടെ പോയി? ബാങ്ക് അയച്ച പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടത് അത് സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ആ മറുപടി നൽകിയാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായുള്ള ചോദ്യം, മനീഷ ഇപ്പോൾ ചോദിച്ച പോലെയുള്ള സ്വാഭാവിക ചോദ്യം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഉയർന്നു വരുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിനകത്തൊരു ക്രമക്കേട് നടന്നതാണോ അതോ കണക്കുകളിലുള്ള പിഴവാണോ? അതിനകത്ത് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. PS പ്രശാന്തിനെ ബന്ധപ്പെടാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നു. അദ്ദേഹമാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. അദ്ദേഹവുമായി നമുക്ക് പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ 2-3 ദിവസം മുമ്പ് അദ്ദേഹം ഒരു സൗണ്ട് ബൈറ്റ് കൊടുത്തതിൽ നിന്ന് നമുക്ക് അതിൽ അദ്ദേഹം പറയുന്നത് എസ്റ്റിമേറ്റ് തുക 7 കോടിയിൽ പരം വരും. 4 കോടി രൂപയാണ് സ്പോൺസർഷിപ്പായി കിട്ടുന്നത്. ഈ 4 കോടിയിൽ വെച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി, ഈ പരിപാടി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. ഇനി എസ്റ്റിമേറ്റ് തുക ആണോ ഇദ്ദേഹം റിപ്പോർട്ടായി നൽകിയിട്ടുള്ളത്? അതിനുള്ളൊരു വ്യക്തത വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ കണക്കുകൾ എന്തുകൊണ്ട് കൃത്യമായി അവിടെ കൊടുത്തില്ല, ഇതിനുള്ള വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ്. ആ വ്യക്തത അവർ വരും സമയങ്ങളിൽ വരുത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ റിപ്പോർട്ട് പ്രകാരം ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ്. സ്പെഷ്യൽ കമ്മീഷണറാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഗൗരവ സ്വഭാവത്തിലുള്ള അത് റിപ്പോർട്ടായി അതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ പറയാൻ കഴിയുന്നത്. കാരണം ഒറ്റ നോട്ടത്തിൽ എല്ലാ മേഖലകളിലും അതിനകത്ത് ക്രമക്കേട് കാണുന്നുണ്ട്. പന്തൽ നിർമ്മാണത്തിൽ ക്രമക്കേട് കാണുന്നുണ്ട്. എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരും. മരാമത്ത് പണികളിൽ ടെൻഡർ വിളിച്ചിട്ടില്ല, അതെന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരും. ബില്ലിൽ GST രജിസ്ട്രേഷൻ ഇല്ല, എന്തുകൊണ്ട് GST രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും. കണക്കുകളിൽ കൃത്യതയില്ല, എന്തുകൊണ്ട് കണക്കുകളിൽ കൃത്യതയില്ല എന്ന ചോദ്യം ഉയർന്നു വരും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ട ബാധ്യത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എത്തിച്ചേരുകയാണ്. അവർ എന്ത് മറുപടി നൽകും? അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കാര്യങ്ങൾ വിശദീകരിക്കുമോ അതോ കോടതിയിൽ രേഖാമൂലം മറുപടി നൽകുമോ? ആ കാര്യങ്ങളിൽ വരും സമയങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകും. മനീഷ.